Nice to meet you too. ചൈനയിലെ സോഷ്യൽ മീഡിയ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. ഹലോ, എല്ലാവർക്കും ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്, ഇന്ന് ഞാനൊരു എക്സിബിഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, ഞാൻ താമസിക്കുന്നത് ചൈനയിലെ ചെജിയാങ് പ്രോവിൻസിലുള്ള കെച്ചോ എന്ന് പറഞ്ഞ ടെക്സ്റ്റൈൽ സിറ്റിയിലാണ്. ഈ ഒരു എംബ്രോയ്ഡറി ഫാബ്രിക് മാനുഫാക്ചേഴ്സ് അവരുടെ ഫാബ്രിക്കുകൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ ഡ്രസ്സൊക്കെ തയ്പ്പിച്ച് അവരുടെ ഒരു ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും ആ ഷോ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഷോ മാത്രമല്ല, ഇതിലൂടെ നമുക്ക് ഒരുപാട് മാനുഫാക്ചേഴ്സിനെയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഇത് ചൈനീസ് സോഷ്യൽ മീഡിയ ആണ്. ഇത് അവർ മീഡിയക്കാർ വന്ന് ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുവാണ്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി മാത്രമേ ഇന്ത്യക്കാരായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരെൻ്റെ അടുത്ത് വന്ന് കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. നിങ്ങളേത് നാട്ടുകാരിയാണെന്നും ഈ എക്സിബിഷനെ കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിച്ചു. അപ്പം ഞാൻ അതിനൊക്കെ ഇംഗ്ലീഷിൽ മറുപടി പറയും. കാരണം വെച്ചാൽ എനിക്ക് ചൈനീസിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടൊന്നും പറയാൻ മാത്രം അത്ര ചൈനീസൊന്നും എനിക്കറിയത്തില്ല. കുറച്ച് ചൈനീസേ അറിയത്തുള്ളൂ. അപ്പോൾ എനിക്കൊരു ട്രാൻസ്ലേറ്റർ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പുള്ളിക്കാരത്തിയുടെ അടുത്ത് ഇംഗ്ലീഷിൽ പറയും, പുള്ളിക്കാരത്തി അത് ചൈനീസിൽ മീഡിയയ്ക്ക് പറഞ്ഞു കൊടുക്കും. അപ്പം നാളത്തെ മീഡിയയിലൊക്കെ ഞാനുണ്ടാവും കേട്ടോ. ചൈനീസ് മീഡിയയിലൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിച്ചു, അതിനൊക്കെ ആൻസർ പറഞ്ഞു. അങ്ങനെ ഒരുപാട് നേരം പോയി. ഒരുപാട് വേറെ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ നിങ്ങളുടെ ഒരു ഇൻഫോർമേഷന് വേണ്ടി, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഫാബ്രിക് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാബ്രിക് വേണമെന്നുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് നിങ്ങൾ വരേണ്ടത് ചൈനയിലെ ടെക്സ്റ്റൈൽ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ടെക്സ്റ്റൈൽ സിറ്റിയാണ് ചൈനയിലെ ചെജിയാങ് പ്രോവിൻസിലുള്ള കെച്ചോ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ആ സ്ഥലത്തോട്ടാണ് നിങ്ങൾ വരേണ്ടത്. ഇവിടെ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഫാബ്രിക്കുകൾ ലഭിക്കും. അതുപോലെ തന്നെ ക്വാളിറ്റിയും നല്ല ക്വാളിറ്റി ആയിരിക്കും. നല്ല ഫിനിഷിംഗ് ആണ് ഇവരുടെ ഫാബ്രിക്കുകളൊക്കെ. ഇതൊരു എംബ്രോയ്ഡറിയുടെ ഒരു ഫാബ്രിക്കിൻ്റെ കളക്ഷൻസാണ്. കുറച്ച് ഫാബ്രിക്കുകളൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇവിടെ ഒരുപാട്, പക്ഷെ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ നിന്ന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് ഒരുപാട് ഇതുപോലെ സപ്ലയേഴ്സൊക്കെ വന്നിട്ട് അവരുമായിട്ടൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ വന്നിട്ട് 3 o'clock വരെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സിബിഷൻ. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചു. ഒരുപാട് സപ്ലൈസൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യുന്ന ഏത് ഫാബ്രിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും ഒക്കെ ചോദിച്ചിട്ട് ഒരുപാട് ഫാബ്രിക്കൊക്കെ അവർ കൊണ്ടുവന്ന് തന്നിരുന്നു. ബാക്കിയെല്ലാം വേറെ രാജ്യത്തു നിന്നുള്ള ആൾക്കാരായിരുന്നു. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യക്കാർ. ഞാനിതുണ്ടോ, ഇതെന്ത് രസമല്ലേ ഈ ഫാബ്രിക് കാണാൻ വേണ്ടി. ഗൗണൊക്കെ തയ്ക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ. കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണ് എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതുക. അതിന് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വിമർശനങ്ങളാണെങ്കിൽ കൂടി, അപ്പോൾ നിങ്ങളുടെ വിമർശനങ്ങളാണല്ലോ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ എനിക്ക് അതിൽ നിന്നും കൂടുതൽ എൻ്റെ വീഡിയോ മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള വീഡിയോകളാണ് ഇനി അടുത്ത പ്രാവശ്യം വേണ്ടതെന്നും അത് നിങ്ങൾ കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.